പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തൽ യാതൊരു ആവശ്യമില്ലാത്തൊരു ചെടിയാണത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശതാവരി പ്ലാന്റ് ആണ്. പിന്നെ പലർക്കും അറിയാത്ത വേറൊരു കാര്യം, ഇതിന് ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉള്ളൊരു പ്ലാന്റ് ആണ്. ഇലകൾക്കല്ല, ഇതിൻ്റെ റൂട്ട്സ്, വേരുകൾ തിളപ്പിച്ചാക്കി കഷായം പോലെ ആക്കി കുടിച്ചാൽ ഡ്രൈ ആയിട്ടുള്ള കഫിൽ നിന്നൊക്കെ വളരെ സുഖം ലഭിക്കുന്ന പലരും കണ്ടിട്ടുള്ളതാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അത് മാത്രമല്ല, ഇമ്മ്യൂണിറ്റി പവർ, നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ഇതിൻ്റെ വേരുകൾക്കാവും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളാരും അത്ര ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉള്ള പ്ലാന്റ് ആണ്. കാണാനുള്ള ഇലകളുടെ ഭംഗി മാത്രമല്ല, വേരുകൾക്കും ഒത്തിരി ഉപയോഗമുള്ള ഒരു ചെടിയാണ്. നല്ല ഭംഗിയായിട്ട് ഷേപ്പാക്കി ഫങ്ഷനൊക്കെ ബൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ എന്നെ ആകർഷിക്കുന്ന വസ്തുത. പല സൈസിലുള്ള വടികൾ കുത്തി കൊടുത്ത് അതിന് പുതിയ ഇലകൾ പ്ലാന്റ് ടിസ്റ്റർ വെച്ച് ഒന്ന് പിരിച്ച് കെട്ടി കൊടുത്താൽ മതി. ആ വടിയിലേക്ക് വളച്ച് വെച്ച് വലുതാവുന്നതനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് വളച്ച് ക്രിസ്മസ് ട്രീയോ ആർച്ചോ മനോഹരമായി വേറെ ഷേപ്പുകളും നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്ക്, ഒരേ സമയം എത്ര ഇലകളുണ്ടെന്ന്. 5-8 ഇളപ്പുകൾ ഏത് സമയം പുതിയതുണ്ടാവും. നല്ല മനോഹരമായി കൊച്ചു കൊച്ചു ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഒരാഴ്ചയിലും മേലെ ഒരു വാട്ടവും കൂടാതെ ബൊക്കയിലും ഫ്ലവർ വേസിലൊക്കെ നിൽക്കുകയും ചെയ്യും. ഇത് എല്ലുപൊടിയാണ്. ഇടയ്ക്കൊരു നുള്ള എല്ലുപൊടി ഇട്ട് കൊടുക്കും. ഇത് NPK, നൈട്രജൻ, ഫോസ്ഫറസ്. പിന്നെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും വീട്ടിലുണ്ടാവുന്ന റോസ് വെച്ച് 2 കമ്പ് ശതാവരി കട്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഫ്രണ്ട്സിൻ്റെയോ സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ആനിവേഴ്സറി, ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ വരുമ്പോൾ വളരെ ഹാൻഡി ആയിട്ട് വളരെ ഈസിയായി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ബൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഫ്ലവർ വേസിൽ വെച്ചാലും ഒരാഴ്ചയിൽ മേലെ ഒരു വാട്ടവും കൂടാതെ മനോഹരമായിട്ട് നിൽക്കുകയും ചെയ്യും.